ഇനി ടോപ്പ് 10 സ്പെഷ്യലിലേക്കാണ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന് തുടങ്ങുന്ന താരാട്ടുപാട്ട് ഉൾപ്പെടെ മലയാള സാഹിത്യത്തിന് നിരവധി സംഭാവനകൾ നൽകിയ കവി ഇരയിമ്മൻ തമ്പി വളർന്ന ആലപ്പുഴയിലെ കോവിലകം തകർച്ചയുടെ വക്കിൽ. കവി കളിച്ചു വളർന്ന ആലപ്പുഴയിലെ നടുവിലേൽ കോവിലകം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും സർക്കാരും നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് കോവിലകത്തെ ഇന്ന് അനാഥമാക്കുന്നത്. തകർന്നു തുടങ്ങിയ കോവിലകത്തോടൊപ്പം ഭാഷാ ചരിത്രത്തെയും കവിയെയും മലയാളികൾ ഇന്ന് മറന്നു തുടങ്ങിയിരിക്കുന്നു. ഇരയിമ്മൻ തമ്പി കളിച്ചു വളർന്ന ആലപ്പുഴയിലെ വാരനാട് നടുവിലേൽ കോവിലകം സംരക്ഷണമില്ലാതെ തകർച്ചയുടെ വക്കിലായിട്ട് വർഷങ്ങളായി. കവി ജനിച്ചു വളർന്ന വീട് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമാക്കി മാറ്റിയെങ്കിലും നിലവിൽ കോടതികളിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ വികസനങ്ങളിൽ നിന്ന് സർക്കാർ മുഖം തിരിച്ചിരിക്കുകയാണ്. വാരനാട്ട് താരാട്ടുപാട്ടിന്റെ ഇനങ്ങളുമായി പ്രൗഢിയോടെ തലയുയർത്തി നിന്നിരുന്ന ഈ 8 കോവിലകത്തിന്റെ അവശേഷിപ്പുകൾ മാത്രമാണ് ഇന്ന് ഇവിടെയുള്ളത്. ഇരയിമ്മൻ തമ്പി 14 വയസ്സ് വരെ താമസിച്ചതും വാരനാട് നടുവിലേകം കോവിലകത്തായിരുന്നു. പിന്നീടാണ് തിരുവനന്തപുരത്തേക്ക് പോയത്. വടക്കേ ഭാഗം ഇടിഞ്ഞു വീണ് പോയിരിക്കുകയാണ്. ഒരു തരത്തിലും റിക്ലെയിം ചെയ്യാത്ത രീതിയിൽ ഇടിഞ്ഞു വീണ് പോയിരിക്കുകയാണ്. കാരണം കോടതിയിൽ അവകാശികൾ കേസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത് പുരാവസ്തു ഡയറക്ടറെയൊക്കെ സമീപിച്ച് അദ്ദേഹം പറയുന്നത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അവകാശികൾ ചിലർ ഈ ഏറ്റെടുത്ത പ്രോപ്പർട്ടിക്ക് അവർക്ക് നഷ്ടപരിഹാരം കിട്ടുമെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിരിക്കുകയാണ്. അതൊരിക്കലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം 200-ലേറെ സ്മാരകങ്ങൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം സർക്കാർ ഏറ്റെടുത്ത് ഭൂമി വില കൊടുക്കാൻ പോയ സർക്കാരിന് വേറെ വഴി കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ കേസ് ഒന്ന് ഗവൺമെൻറ്റിന് ആയിരക്കണക്കിന് വക്കീലന്മാർ ഹൈക്കോടതിയിലും എല്ലാ കോടതിയിലും ഉണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ ഗവൺമെൻറ് മുൻകൈയെടുത്ത സ്റ്റേ നീക്കിയിട്ട് പുരാവസ്തു വകുപ്പിന് ദയയുണ്ടായി ഈ വടക്കേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ വടക്കേ നാലുകെട്ട് പുനരുദ്ധരിക്കേണ്ടതായിട്ടുണ്ട്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് 2006-ൽ കോവിലകവും ഇതിനോട് ചേർന്ന 40 സെന്റ് സ്ഥലവും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണ സ്മാരകമാക്കി മാറ്റിയത്. 2011-ൽ കേരള സർക്കാർ 15 ലക്ഷം രൂപ അനുവദിച്ച് കോവിലകത്തിന്റെ ചുറ്റുമതിൽ മാത്രം നിർമ്മിച്ചു. 2017-ൽ മന്ത്രി പി തിലോത്തമന്റെ ഇടപെടലിൽ പുരാവസ്തു വകുപ്പിൽ നിന്ന് തുക അനുവദിച്ച് നാലുകെട്ട് പുതുക്കിപ്പണിത് തുടങ്ങിയെങ്കിലും ലക്ഷ്യത്തിലെത്തിയില്ല. വടക്കേ നാലുകെട്ട് ഇപ്പോഴും ജീർണിച്ച് പലയിടത്തും ഇടിഞ്ഞു വീണു. വൈദ്യുതി പോലും വേണ്ടത്ര രീതിയിലില്ല. ഇന്ന് മരപ്പട്ടികളുടെയും വവ്വാലുകളുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. 4 പതിറ്റാണ്ട് മുൻപ് രൂപവൽക്കരിച്ച ഇരയിമ്മൻ തമ്പി സ്മാരക സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇരയിമ്മൻ തമ്പിയുടെ ജന്മദിനാഘോഷവും അനുസ്മരണ ദിനാചരണവും നടത്തുന്നത്. സർക്കാരും നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ നഷ്ടപരിഹാര തർക്കം നിലനിൽക്കുന്നതും കെട്ടിടത്തിന്റെ നവീകരണത്തിന് തടസ്സം നേരിടാൻ കാരണമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ പ്രതികരണങ്ങൾ കാണാം. സ്മാരകത്തിനൊരു ഇതിൻ്റെ അവകാശികളെ സംബന്ധിച്ചിടത്തോളം ഈ സ്മാരകം അവരുടേതാണ് എന്നാണ് അവരിപ്പോഴും കണക്കൂട്ടുന്നത്. അത് ഗൗരവമായ ഗവൺമെൻറ് ഇത് ഹൈക്കോടതിയിൽ നിൽക്കുന്നൊരു കേസിൽ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ കേസ് അവസാനിപ്പിച്ചു പോകുന്നതിന് അതിൻ്റെ സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ടവർ, അതായത് പുരാവസ്തു വകുപ്പിന് ഒരു നടപടി എടുക്കാൻ പറ്റുന്നില്ല. അത് സർക്കാർ താല്പര്യത്തോടെ സർക്കാർ നടപടി എടുത്തെങ്കിൽ മാത്രമേ. പുരാവസ്തുവിന് വകുപ്പിന് 200-ലധികം സ്ഥാപനങ്ങൾ ഈ മാതിരിയിലുണ്ട്. ഇതൊന്ന് നഷ്ടപരിഹാരം കൊടുത്തെടുത്തിരിക്കുന്ന സ്ഥാപനങ്ങൾ. അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പിന് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് അതിൻ്റെ ധാരാളം പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ് ഈ സ്മാരകം ഇങ്ങനെ കിടന്ന് പൊളിഞ്ഞ് നശിച്ചു പോകുന്നതിനുള്ള അവസ്ഥയുണ്ടാകുന്നത്. ഇവിടെ ധാരാളം ഒരുപാട് സന്ദർശകർ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വലിയ ഒരു മനുഷ്യൻ്റെ സ്മാരകമാണ് ഇത് എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർ അസ്വസ്ഥരായി നിന്ന് പോകുന്ന ഒരവസ്ഥയാണ് നമുക്കിന്ന് കാണാൻ കഴിയും. ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ നിൽക്കുന്ന ഹൈക്കോടതിയിലുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന ഈ സ്മാരകമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള സ്മാരകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ സർക്കാർ മുൻഗണന നൽകി ആ കേസ് പരിഹരിക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള സ്മാരകങ്ങൾക്ക് രക്ഷപ്പെട്ടാൻ പോകുകയും നമ്മുടെ പൈതൃകങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ഇതൊരു പൈതൃക പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള പൈതൃക സംരക്ഷിത സ്മാരകമാണ്. അതുകൊണ്ട് തന്നെ അതിന് സംരക്ഷണം മാത്രമേ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. ഇരയിമ്മൻ തമ്പിയുടെ കൃതികളെന്ന് പറയപ്പെടുന്നത് വെറും ഒരു താരാട്ടുപാട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ വെറും ഒരു ആട്ടക്കഥകളിലോ മാത്രമല്ല, രാജവംശ കാലഘട്ടത്തിലെ ചരിത്രം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം വന്നിരിക്കുന്നത് പറഞ്ഞാൽ ചരിത്രമാണ്. ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരമായിട്ടുണ്ടാകാം, വൈദേശികപരമായിട്ട് വന്നവരുടെ ചരിത്രങ്ങളുണ്ട്. ആ കൃതികൾ ഒരു കലാകാരനോ സാഹിത്യകാരനോ അവൻ്റെ സൃഷ്ടിയിലൂടെയാണ് ചരിത്രത്തെ അടയാളപ്പെടുത്തി വെക്കപ്പെടുന്നത്. ഈ അടയാളപ്പെടുത്തി വെക്കുന്നത് പുതുതലമുറയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്? വെറും ആ ഒരു പുസ്തകങ്ങളിലൂടെയോ അവരുടെ സംഗീതത്തിലൂടെ മാത്രമല്ല. അവരെവിടെ പിറന്നോ ആ പിറന്ന വസ്തുവും ആ സ്ഥലവും അവരുടെ കൊട്ടാരവും അവർ വസിച്ചിരുന്ന ഇടവും ചരിത്രത്തിൻ്റെ ഭാഗമാണ്.
ആ ചരിത്രത്തിൻ്റെ ഭാഗം സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ സംഭാവന ചെയ്തിട്ടുള്ള ചരിത്രമായാലും സംഗീതമായാലും ശാസ്ത്രമായാലും അവയെ അതിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത്. അല്ലാതെ ലൈബ്രറിയിൽ എവിടെയെങ്കിലും 2 പുസ്തകം ഇരിപ്പുണ്ട്, ആരെങ്കിലും അവിടെ വല്ലപ്പോഴും അവിടെ പോയി അത് കാണുക എന്നുള്ളതല്ല. ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി അജയ് നാഥ് ചേരുന്നുണ്ട്. അജയ്, മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ കോവിലകത്തിന്റെ സംരക്ഷണത്തിന് തടസ്സം നിൽക്കുന്നത് ഈ സർക്കാരും അതുപോലെ തന്നെ നിലവിലെ അവകാശികളും തമ്മിൽ ഹൈക്കോടതിയിൽ ഒരു നഷ്ടപരിഹാര തർക്കം നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ പരിഹാരം കാണാൻ എന്ത് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്? തീർച്ചയായും ഈ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് തന്നെയാണ് ഇത്തരത്തിലേക്ക് ഇതിൻ്റെ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിലൊരു തടസ്സമായി തന്നെ നിലനിൽക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്ന് ഈ നഷ്ടപരിഹാര തുക ലഭിക്കണമെന്നാണ് നിലവിലെ അവകാശികൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് സാധ്യമല്ല എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കേസ് നിലവിലുള്ള ഈ അവകാശികൾ കേസ് പിൻവലിക്കുക എന്നത് മാത്രമാണ് ഇതിലുള്ള ഏക പരിഹാര മാർഗം. ഈ കോവിലകത്തേക്ക് ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വേദനാജനകമായ വസ്തുത എന്നുള്ളത്. ഈ ഇരയിമ്മൻ തമ്പി സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ ഈ ജന്മദിനാഘോഷവും അനുസ്മരണ പരിപാടികൾ ഉൾപ്പെടെ നടക്കുന്ന ഒഴിച്ചാൽ ബാക്കി ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ചരിത്ര പ്രാധാന്യമുള്ള അത്ര കണ്ട് മലയാള ഭാഷയെ തന്നെ പിടിച്ചു നിർത്തുന്ന അല്ലെങ്കിൽ അത്ര കണ്ട് മലയാള ഭാഷയിൽ പ്രാധാന്യമർഹിക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു ഏട് എന്ന് തന്നെ സൂചിപ്പിക്കാവുന്ന ഈ ഒരു സ്മാരകം അല്ലെങ്കിൽ കോവിലകം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചരിത്രബോധമുള്ള മലയാളികൾക്കെല്ലാം തന്നെ ഉള്ളതാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പല ഘട്ടങ്ങളിൽ ഇടപെടൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. ഈ സംരക്ഷിത സ്മാരകമായി ഇതിനെ ഏറ്റെടുത്തിരുന്നു, പുരാവസ്തു വകുപ്പ് ഉൾപ്പെടെ ഏറ്റെടുക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലുള്ള ഈ കേസാണ് ഇതിനുള്ള ഏക തടസ്സമായി ഇപ്പോൾ നിലനിൽക്കുന്നത്. ആ കേസ് പിൻവലിക്കുക എന്നതാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമായി നമുക്കുൾപ്പെടെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്തായാലും ആ ഒരു നിലപാടുണ്ടാകും എന്നാണ് നമുക്ക് കരുതുന്നത്. അത്ര കണ്ട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിഷയം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ആലപ്പുഴയിൽ നിന്ന് അജയ് നാഥാണ് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.